students, welcome back to Bosco Campus Vision. In the previous session, we had an introduction to the share valuation. So in this session, we will move on to the next topic, that is equity share valuation models. So as we know, the investment decision of the fundamental analyst to buy or sell a share is based on a comparison between the intrinsic value of a share and its current market price. സോ ഒരു ഷെയർ വാങ്ങണോ വിൽക്കണോ എന്നുള്ളൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ ഒരു ഫണ്ടമെൻ്റൽ അനാലിസ്റ്റ് എടുക്കുന്നത് എപ്പോഴാണ്? ഒരു കമ്പാരിസൺ നടത്തിയതിന് ശേഷമാണ്. ഇൻട്രൻസിക് വാല്യൂ ഓഫ് എ ഷെയറും അതിൻ്റെ കറണ്ട് മാർക്കറ്റ് പ്രൈസുമായിട്ടൊരു കമ്പാരിസൺ നടത്തിയതിന് ശേഷമാണ് അദ്ദേഹം ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ എടുക്കുന്നത്. സോ ദ മാർക്കറ്റ് പ്രൈസ് ഓഫ് എ ഷെയർ ആൻഡ് ഇറ്റ്സ് ഇൻട്രൻസിക് വാല്യൂ ആർ ദ ടു ബേസിക് ഇൻപുട്സ് നെസസറി ഫോർ ദ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ. സോ നമുക്കറിയാം എങ്ങനെയാണ് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ എടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മാർക്കറ്റ് പ്രൈസും ഇൻട്രൻസിക് വാല്യൂ ആയിട്ട് കമ്പയർ ചെയ്തിട്ടാണ്. സോ മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുന്നത് ഇൻട്രൻസിക് വാല്യൂവിനെയും കാട്ടി ഹൈ ആയി നിൽക്കുകയാണെങ്കിൽ അപ്പോൾ നമുക്ക് ആ സെക്യൂരിറ്റി ഓവർ പ്രൈസ്ഡ് ആണെന്ന് പറയാം. സോ സെല്ല് ചെയ്യാനുള്ള ഡിസിഷൻ ആയിരിക്കും എടുക്കുക. ഇൻ കേസ് കറണ്ട് മാർക്കറ്റ് പ്രൈസ് ഇൻട്രൻസിക് വാല്യൂവിനെയും കാട്ടി ലോ ഒരു വാല്യൂ ആണെങ്കിൽ അത് അൺപ്രൈസ്ഡ് ആയിരിക്കും. സോ അത് ബൈ ചെയ്യാൻ പറ്റിയ ഒരു സിറ്റുവേഷൻ ആണ്. സോ ഇങ്ങനെ കമ്പയർ ചെയ്തുകൊണ്ടാണ് ഒരു ഫണ്ടമെൻ്റൽ അനലിസ്റ്റ് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ എടുക്കുന്നത്. സോ ഇങ്ങനെ കമ്പയർ ചെയ്യണമെങ്കിൽ നമുക്ക് ഈ രണ്ട് വാല്യൂസും അവൈലബിൾ ആയെങ്കിൽ മാത്രമേ നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റൂ. സോ ദ മാർക്കറ്റ് പ്രൈസ് ഓഫ് എ ഷെയർ ആർ അവൈലബിൾ ഫ്രം ദ കൊട്ടേഷൻസ് ഓഫ് ദ സ്റ്റോക്ക് എക്സ്ചേഞ്ചസ്. സോ ഒരു ഷെയറിൻ്റെ കറണ്ട് മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുന്നത് നമുക്ക് സ്റ്റോക്ക് എക്സ്ചേഞ്ചസിൽ നിന്നും അവൈലബിൾ ആണ്. സോ ഇനി വേണ്ടുന്നത് ഇൻട്രൻസിക് വാല്യൂ ആണ്. ഇൻട്രൻസിക് വാല്യൂ എന്ന് പറയുമ്പോൾ ഫ്യൂച്ചർ ബെനിഫിറ്റ്സിൻ്റെ പ്രസൻറ്റ് വാല്യൂ ആണ്. സോ ഈ വാല്യൂ ഡിറ്റർമൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഷെയർ വാല്യുവേഷൻ അല്ലെങ്കിൽ സ്റ്റോക്ക് വാല്യുവേഷൻ എന്ന പ്രോസസ്സ് നടത്തുന്നത്. ദ ഇൻട്രൻസിക് വാല്യൂ ഈസ് എസ്റ്റിമേറ്റഡ് ത്രൂ ദ പ്രോസസ് ഓഫ് സ്റ്റോക്ക് ഓർ ഷെയർ വാല്യുവേഷൻ. സോ നേരത്തെ പറഞ്ഞതുപോലെ ഡിസ്കൗണ്ടിങ് പ്രോസസ്സ് വഴിയാണ് നമ്മൾ ഫ്യൂച്ചർ ബെനിഫിറ്റ്സിൻ്റെ പ്രസൻറ്റ് വാല്യൂ ഡിറ്റർമൈൻ ചെയ്യുന്നത്. സോ മെയിനായിട്ടും രണ്ട് ടൈപ്പ് ഓഫ് ഷെയർസ് ആണ്, ഇക്വിറ്റിയും പ്രിഫറൻസും. സോ ഫസ്റ്റ് വി വിൽ ബി ഡീലിംഗ് വിത്ത് ദ വാല്യുവേഷൻ ഓഫ് ഇക്വിറ്റി ഷെയർസ്. സോ ഇക്വിറ്റിയുടെ ഇൻട്രൻസിക് വാല്യൂ കാൽക്കുലേഷൻ ആണ് നമ്മൾ ആദ്യം ഡീൽ ചെയ്യാൻ പോകുന്നത്. സോ നെക്സ്റ്റ് വി വിൽ ലുക്ക് ഇൻ ടു ദ വേരിയസ് ഇക്വിറ്റി ഷെയർ വാല്യുവേഷൻ മോഡൽസ്. So there are mainly three main models which come under this equity share valuation models. They are dividend capitalization model, dividend growth model and price earning ratio model. So മൂന്ന് മെയിൻ മോഡൽസ് എന്ന് പറയുന്നത് ഡിവിഡൻഡ് ക്യാപിറ്റലൈസേഷൻ മോഡൽ, ഡിവിഡൻഡ് ഗ്രോത്ത് മോഡൽ ആൻഡ് പ്രൈസ് ഏർണിംഗ് റേഷ്യോ മോഡൽ. സോ ഫസ്റ്റ് രണ്ട് മോഡൽസ് എന്ന് പറയുന്നത്, അതായത് ഡിവിഡൻഡ് ക്യാപിറ്റലൈസേഷൻ മോഡലും ഡിവിഡൻഡ് ഗ്രോത്ത് മോഡൽ എന്ന് പറയുന്നത് ഡിവിഡൻഡ് ഡിസ്കൗണ്ടഡ് മോഡൽസിൻ്റെ അടിയിൽ വരുന്ന രണ്ടെണ്ണമാണ്. സോ ഡിവിഡൻഡ് ഡിസ്കൗണ്ടഡ് മോഡൽസിൻ്റെ അണ്ടറിൽ വരുന്ന രണ്ട് മോഡൽസ് ആണ് ഡിവിഡൻഡ് ക്യാപിറ്റലൈസേഷൻ മോഡലും ഡിവിഡൻഡ് ഗ്രോത്ത് മോഡലും. സോ ഡിസ്കൗണ്ടഡ് മോഡൽസിൻ്റെ അണ്ടറിൽ വരുന്നത് കൊണ്ട് തന്നെ ഇവിടുത്തെ മെയിൻ പ്രോസസ്സ് എന്ന് പറയുന്നത് ഡിസ്കൗണ്ടിങ് ആണ്. ഫ്യൂച്ചർ ബെനിഫിറ്റ്സിൻ്റെ ഡിസ്കൗണ്ടിങ് പ്രോസസ്സ് ചെയ്ത് പ്രസൻറ്റ് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുക എന്നതാണ് ഈ രണ്ട് മോഡൽസിൻ്റെയും മെയിൻ എയിം എന്ന് പറയുന്നത്. സോ ഈ ഡിസ്കൗണ്ടിങ് പ്രോസസ്സിൽ ഉൾപ്പെടാത്ത മറ്റൊരു അപ്രോച്ച് അല്ലെങ്കിൽ മോഡലാണ് പ്രൈസ് ഏർണിംഗ് റേഷ്യോ മോഡൽ അല്ലെങ്കിൽ മൾട്ടിപ്ലയർ അപ്രോച്ച് എന്ന് പറയാം. സോ ദിസ് ഇസ് എ അപ്രോച്ച് അതർ ദാൻ ദ ഡിസ്കൗണ്ടിങ് മോഡൽസ്. ദ പ്രൈസ് ഏർണിംഗ് റേഷ്യോ ഇസ് യൂസ്ഡ് ആസ് എ മൾട്ടിപ്ലയർ ഫോർ കാൽക്കുലേറ്റിംഗ് ദ ഇൻട്രൻസിക് വാല്യൂ ഓഫ് എ ഷെയർ. സോ ഇവിടെ ഡിസ്കൗണ്ടിങ് പ്രോസസ്സ് അല്ല മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത്, ഇവിടെ കമ്പനിയുടെ ഏർണിങ്സ് ആണ് ഫോക്കസ് ചെയ്യുന്നത്. സോ അതിന് വേണ്ടിയിട്ടാണ് പ്രൈസ് ഏർണിംഗ് റേഷ്യോ യൂസ് ചെയ്യുന്നത്. അതൊരു മൾട്ടിപ്ലയർ ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. സോ പ്രൈസ് ഏർണിംഗ് റേഷ്യോയുടെ ഫോർമുല നമുക്കറിയാം, ഷെയർ പ്രൈസ് ഡിവൈഡഡ് ബൈ ഏർണിങ്സ് പെർ ഷെയർ ആണ്. സോ കമ്പനിയുടെ ഏർണിങ്സ് വെച്ചിട്ട് അതിൻ്റെ ഇൻട്രൻസിക് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുകയാണ് പ്രൈസ് ഏർണിംഗ് അപ്രോച്ച് വഴി ചെയ്യുന്നത്. സോ ഈ പ്രൈസ് ഏർണിംഗ് അപ്രോച്ച് എന്ന് പറയുന്നത് ഡിസ്കൗണ്ടിങ് മോഡൽസിനെ കാട്ടി കുറച്ചും കൂടി പോപ്പുലറും റിയലിസ്റ്റിക്കുമായിട്ടുള്ളൊരു മെത്തേഡാണ്. സോ ഇത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് വരുന്ന സെഷൻസിൽ ഡിസ്കസ് ചെയ്യാം. So coming back to the dividend discounted models, we have two main models, that is dividend capitalization models and dividend growth model. And the dividend capitalization model is again divided into two, that is single holding period and multiple holding period. So dividend capitalization models inde രണ്ട് main classification ആണ്, single year holding period ഉം multiple year holding period ഉം. So in single holding period the intrinsic value is calculated on the basis of taking the sum of the present value of the total cash inflows. സോ ഫ്യൂച്ചറിൽ കിട്ടുന്ന ഡിവിഡൻറ്റിൻ്റെയും സെയിൽസ് പ്രൊസീഡിൻ്റെയും പ്രസൻറ്റ് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ടാണ് അതിൻ്റെ ഇൻട്രൻസിക് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ആൻഡ് അണ്ടർ ദിസ് മോഡൽ ഇറ്റ് ഈസ് അസ്യൂംഡ് ദാറ്റ് ദ ഷെയർ ഇസ് ഹോൾഡ് ഓൺലി ഫോർ 1 year.
സോ ഈ ഒരു മോഡലിലെ മറ്റൊരു അസംഷൻ എന്ന് പറയുന്നത് ഷെയർ നമ്മൾ ഒരു വർഷമേ ഹോൾഡ് ചെയ്യുന്നുള്ളൂ. അതുകൊണ്ടാണ് ഇതിനെ സിംഗിൾ ഹോൾഡിംഗ് പീരീഡ് എന്ന് പറയുന്നത്. സോ അതിൻ്റെ പ്രസൻറ്റ് വാല്യൂ കാൽക്കുലേഷൻ എന്ന് പറയുന്നതും ഈ 1 ഇയറിൻ്റെ എൻഡ് പീരീഡിൽ കിട്ടുന്ന ഡിവിഡൻറ്റിൻ്റെയും സെയിൽസ് പ്രൊസീഡിൻ്റെയും ബേസിസിലായിരിക്കും. സോ ദ നെക്സ്റ്റ് വൺ ഇസ് മൾട്ടിപ്പിൾ ഹോൾഡിംഗ് പീരിയഡ്. The intrinsic value is calculated on the basis of taking the sum of the present value of all the cash inflows. So നേരത്തെ സിംഗിൾ ഹോൾഡിംഗ് പീരീഡിലെ അതേ ടെക്നിക്ക് തന്നെയാണ് ഫ്യൂച്ചർ ബെനിഫിറ്റ്സിൻ്റെ ഡിസ്കൗണ്ടിങ് പ്രോസസ്സ് വഴി പ്രസൻറ്റ് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് ഇവിടെയും ഇൻട്രൻസിക് വാല്യൂ ഡിറ്റർമൈൻ ചെയ്യുന്നത്. But under this model it is assumed that the share is held for more than 1 year. സോ നേരത്തെ ഒരു ഇയറെ ഹോൾഡ് ചെയ്തിരുന്നെങ്കിൽ ഇവിടെ എന്ന് പറയുന്നത് മോർ ദാൻ 1 ഇയർ ആണ്. സോ മോർ ദാൻ 1 ഇയർ ആകുമ്പോൾ എല്ലാ വർഷവും കിട്ടുന്ന ഡിവിഡൻസും ഫൈനലി കിട്ടുന്ന സെയിൽ പ്രൊസീഡ്സ് എമൗണ്ടിൻ്റെയും പ്രസൻറ്റ് വാല്യൂ വെച്ചിട്ടാണ് ഇവിടെ ഇൻട്രൻസിക് വാല്യൂ ഡിറ്റർമൈൻ ചെയ്യുന്നത്. സോ ആ പീരീഡിൽ ഉണ്ടാകുന്ന വ്യത്യാസമാണ് ഈ രണ്ട് മോഡൽസിൻ്റെ മെയിൻ ഡിഫറൻസ് എന്ന് പറയുന്നത്. സോ ആ പേര് പോലെ തന്നെ ഒരു ഇയർ ഹോൾഡ് ചെയ്യുന്ന ഷെയറിന് സിംഗിൾ ഹോൾഡിംഗ് പീരീഡും ഒന്നിൽ കൂടുതൽ ഇയേഴ്സ് ഹോൾഡ് ചെയ്യുന്നതിനെ മൾട്ടിപ്പിൾ ഹോൾഡിംഗ് പീരീഡ് എന്നാണ് പറയുന്നത്. സോ ഇത് രണ്ടും കാൽക്കുലേറ്റ് ചെയ്യാനായിട്ടുള്ള ഡിഫറെൻറ്റ് ഫോർമുലാസ് ഉണ്ട്. സോ അത് നമുക്ക് വരുന്ന സെഷനിൽ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. സോ ദീസ് ആർ ദ 2 മോഡൽസ് വിച്ച് കംസ് അണ്ടർ ദ ഡിവിഡൻഡ് ക്യാപിറ്റലൈസേഷൻ മോഡൽസ്. So the next one is dividend growth model. The dividend growth model is then classified into 2, that is constant growth model and multiple growth model. സോ ഡിവിഡൻഡ് ഗ്രോത്ത് മോഡലിൻ്റെ അണ്ടറിൽ വരുന്ന രണ്ട് മോഡൽസ് ആണ് കോൺസ്റ്റൻറ്റ് ഗ്രോത്ത് മോഡലും മൾട്ടിപ്പിൾ ഗ്രോത്ത് മോഡലും. സോ ഡിവിഡൻഡ് ഗ്രോത്ത് മോഡലിൻ്റെ ഒരു ബേസിക് കൺസെപ്റ്റ് എന്ന് പറയുന്നത് ഡിവിഡൻഡ് ഗ്രോ ചെയ്യുന്നുണ്ട്. ഓരോ വർഷം കഴിയുന്തോറും ഡിവിഡൻറ്റിന് ഒരു ഗ്രോത്ത് ഉണ്ടാകുന്നു എന്നാണ് ഇവിടുത്തെ ബേസിക് കൺസെപ്റ്റ് എന്ന് പറയുന്നത്. ക്യാപിറ്റലൈസേഷൻ മോഡലിൽ പീരീഡ് ആണ് ബേസിക് കൺസെപ്റ്റ് എങ്കിൽ ഇവിടുത്തെ മെയിൻ അസംഷൻ എന്ന് പറയുന്നത് ഡിവിഡൻറ്റിൽ ഉണ്ടാകുന്ന ഗ്രോത്ത് ആണ്. So in constant growth model, it is assumed that dividends will grow at the same rate into the indefinite future and that the discount rate is greater than the dividend growth rate. സോ കോൺസ്റ്റൻറ്റ് ഗ്രോത്ത് മോഡൽ അസ്യൂം ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിവിഡൻറ്റിൽ ഗ്രോത്ത് ഉണ്ടാവും, പക്ഷെ ഒരു കോൺസ്റ്റൻറ്റ് അല്ലെങ്കിൽ ഒരു ഫിക്സഡ് റേറ്റിലാവും. ഫസ്റ്റ് ഇയറിലും സെക്കൻഡ് ഇയറിലും തേർഡ് ഇയറിലും എല്ലാം ഒരു 5% അല്ലെങ്കിൽ ഒരു 6% ഗ്രോത്ത് ആയിരിക്കും ഉണ്ടാകുന്നത്. അത് കോൺസ്റ്റൻ്റ് ആയിരിക്കും, അതിലൊരു ചേഞ്ചസും വരത്തില്ല. അതുപോലെ തന്നെ ഇവിടെ എക്സ്പെക്ട് ചെയ്യുന്ന വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിസ്കൗണ്ട് റേറ്റ്, അതായത് ഒരു ഇൻവെസ്റ്ററിൻ്റെ എക്സ്പെക്റ്റഡ് റേറ്റ് എന്ന് പറയുന്നത് ഡിവിഡൻഡ് ഗ്രോത്ത് റേറ്റിനെ കാട്ടി ഗ്രേറ്റർ ആയിരിക്കും. സോ ഡിസ്കൗണ്ട് റേറ്റ്സിനെ നമ്മൾ ഈ ഒരു പ്രോസസ്സിൽ ഈ ഒരു ഷെയർ വാല്യുവേഷനിൽ കെ ആയിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ബോണ്ട് വാല്യുവേഷനിൽ നമ്മൾ കെ ആയിട്ട് തന്നെയാണ് ഡിസ്കൗണ്ടിങ് റേറ്റിനെ റെപ്രസെൻറ്റ് ചെയ്തിരുന്നത്. സോ അത് നമുക്ക് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്നോ ഡിസ്കൗണ്ടിങ് റേറ്റ് എന്നോ ഇൻവെസ്റ്ററിൻ്റെ എക്സ്പെക്റ്റഡ് റേറ്റ് ഓഫ് റിട്ടേൺ എന്നോ ഒക്കെ നമുക്ക് പറയാം. So the next one is multiple growth model. In this model, the growth in dividends may be at varying rates. Sometimes the initial period growth rate will be variable from year to year, while during the subsequent period, the growth rate will remain constant from year to year. So multiple growth model എന്ന് പറയുമ്പോൾ ഇവിടുത്തെ ഗ്രോത്ത് റേറ്റ് എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് അല്ല, അത് വേരിയിങ് ആണ്. ഇപ്പോൾ ഫസ്റ്റ് ഇയർ ടു സെക്കൻഡ് ഇയർ 5% ആണെങ്കിൽ സെക്കൻഡ് ഇയർ ടു തേർഡ് ഇയർ എന്ന് പറയുന്നത് 6% ആവാം, 4% ആവാം. സോ അത് വേരി ചെയ്തുകൊണ്ടിരിക്കും. സോ ഇങ്ങനെ ഗ്രോത്ത് റേറ്റ്സ് വേരി ചെയ്യുന്ന സിറ്റുവേഷനിൽ നമ്മൾ യൂസ് ചെയ്യുന്ന മോഡലാണ് മൾട്ടിപ്പിൾ ഗ്രോത്ത് മോഡൽ എന്ന് പറയുന്നത്. സോ ദീസ് ആർ ദ 2 മെയിൻ മോഡൽസ് വിച്ച് കംസ് അണ്ടർ ദ ഡിവിഡൻഡ് ഗ്രോത്ത് മോഡൽ. So in the coming sessions, we will be discussing in detail each of these models one by one. So in this session, we discussed about equity share valuation and the different equity share valuation models. Hope all are clear with the topic. Thank you.